എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോ ന്യൂറോപ്ലാസ്റ്റിസിറ്റി അതല്ലെങ്കിൽ ബ്രെയിൻ റീവയറിംഗ് മാനസിക പ്രശ്നങ്ങൾക്ക്, മാനസിക രോഗങ്ങൾക്ക്, മാനസിക ബുദ്ധിമുട്ടുകൾക്ക് ഏതൊക്കെ തരത്തിൽ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ തരത്തിൽ ഉപയോഗിക്കാം, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണ്, അതല്ലെങ്കിൽ ബ്രെയിൻ റീവയറിംഗ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്ട് 1 ആയി ചെയ്ത വീഡിയോ നിങ്ങൾ കാണണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ എന്താണെങ്കിലും, ഇപ്പോൾ നെഗറ്റീവ് ചിന്തകളാണെങ്കിലും, ആങ്സൈറ്റി, ടെൻഷൻ, സ്ട്രെസ്സ്, മാനസിക സമ്മർദ്ദം, ഡിപ്രഷൻ, അതല്ല OCD ആവാം, സ്കിസോഫ്രീനിയ ആവാം, ബൈപോളർ ഡിസോർഡർ ആവാം, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ആവാം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ആവാം, ഏത് പ്രശ്നത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, ശീലമുണ്ട്. ഏത് പ്രശ്നത്തിലാണെങ്കിലും ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മുടെ ബ്രെയിൻ ന്യൂറോ സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് പല പ്രശ്നങ്ങളും, മാനസിക പ്രശ്നങ്ങളും, രോഗങ്ങളും, ബുദ്ധിമുട്ടുകളും വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ഫോം ചെയ്തിരിക്കുന്ന ആ വിഷയത്തെ, ആ ന്യൂറോണൽ സ്ട്രക്ചറിനെ വേറൊരു രീതിയിലേക്ക് മാറ്റിയാൽ, കുറച്ചുകൂടി നല്ല രീതിയിൽ, പോസിറ്റീവായ രീതിയിലേക്ക് മാറ്റിയെടുത്താൽ പഴയ ന്യൂറോ സ്ട്രക്ചർ പതിയെ പതിയെ ഇല്ലാതാവുകയും നമ്മൾ മാറ്റിയെടുത്ത പുതിയ ന്യൂറോ സ്ട്രക്ചർ കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഈ മാനസിക പ്രശ്നങ്ങൾ പതിയെ പതിയെ ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി അതല്ലെങ്കിൽ ബ്രെയിൻ റീവയറിംഗ് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾക്ക്, മാനസിക രോഗങ്ങൾക്ക് അതിനെങ്ങനെ അതിൽ വർക്ക് ചെയ്യും എന്നുള്ളതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, പാർട്ട് 1 കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്താണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. അപ്പോൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുന്നതായിരിക്കും ഭംഗി. പൊതുവെ മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ ഇവയെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നത്തിന് ഉതകുന്ന രീതിയിൽ കൊണ്ടുവരാൻ ഏറ്റവും ബെനിഫിഷ്യലായിട്ടുള്ളൊരു കാര്യം. മനസ്സിലാക്കണം എന്താണ് ഈ സംഭവം. ആങ്സൈറ്റി ആണെങ്കിൽ ആങ്സൈറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. അതല്ലെങ്കിൽ മറ്റെന്തായാലും ഡിപ്രഷൻ ആണെങ്കിൽ അത്, സ്കിസോഫ്രീനിയ ആണെങ്കിൽ അത്, പാനിക് ഡിസോർഡർ ആണെങ്കിലും, പാനിക് അറ്റാക്ക് ആണെങ്കിലും, PTSD ആണെങ്കിലും പ്രശ്നം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൊന്നും നമ്മൾ ഈ ബോധമില്ലാത്ത ആളുകളായി മാറുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും പുതിയതായി അറിയുന്നു, പല കാര്യങ്ങളും പഠിക്കുന്നു. അറിയണം, പഠിക്കണം, അതിനെ അപ്ലൈ ചെയ്യണം. അപ്പോഴേ ഈ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റി അപ്ലൈ ചെയ്യണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തി ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം. പൊതുവെ തെറാപ്പിസ്റ്റ് എല്ലാവരും നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നത്തെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ തീർച്ചയായും തരും. നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യണം. പക്ഷേ തെറാപ്പിസ്റ്റിനോടേ ചോദിക്കാവൂ, ഗൂഗിളിനോടോ യൂട്യൂബിനോടോ ചോദിക്കരുത്. അപ്പോൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റിക്ക് അത്യന്താപേക്ഷിതമായ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് ഇവിടെ രണ്ടാമത്തെ പോയിൻ്റായി പറയുന്നത്. ഗൂഗിളിലും യൂട്യൂബിലും മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലും ദയവ് ചെയ്ത് ഈ വിഷയത്തെക്കുറിച്ച് വരുന്ന അറിവുകൾ തൽക്കാലം നിങ്ങൾ സ്വീകരിക്കേണ്ട. കാരണം നിങ്ങൾ നിങ്ങളുടെ തെറാപ്പിസ്റ്റിനെ വിശ്വസിക്കേണ്ടതാണ്, നിങ്ങൾ ഡോക്ടറെ വിശ്വസിക്കേണ്ടതാണ്. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അറിവുകൾ കിട്ടിയാൽ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ആകും എന്നുള്ളതല്ലാതെ ഒരു ഗുണവും ലഭിക്കാൻ പോകുന്നില്ല, കൂടുതൽ പ്രശ്നമാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഗൂഗിളോ യൂട്യൂബോ പോലെയുള്ള ഇതുപോലെ അറിവുകൾ തരുന്ന സൈറ്റുകൾ സന്ദർശിക്കാതിരിക്കുക. തൽക്കാലം തെറാപ്പിസ്റ്റിനെയും ഡോക്ടറെയും മാത്രം വിശ്വസിക്കുക. മൂന്നാമത്തെ പോയിന്റ് ഗ്രൗണ്ടിങ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ പ്രശ്നത്തെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് മാനസിക സമ്മർദ്ദം വരികയോ, ആങ്സൈറ്റി വരികയോ, വല്ലാതെ ടെൻഷൻ ഫീൽ ചെയ്യുകയോ, അതല്ലെങ്കിൽ എമോഷണലായി നമ്മൾ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആവുകയോ എല്ലാം ചെയ്താൽ ഗ്രൗണ്ടിങ്, അതായത് ആ സംഭവം നമ്മൾ താൽക്കാലികമായി തൃണവൽഗണിച്ച് അതിന് മറ്റു രീതി, അത് ഉദാഹരണത്തിന് നമ്മുടെ സെൻസസിനെ ഉപയോഗിച്ച് 5 ശബ്ദങ്ങൾ കേൾക്കുക, 4 കാര്യങ്ങളെ കണ്ണുകൊണ്ട് കാണുക, 3
കാര്യങ്ങളെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ കൈകൊണ്ട് തൊട്ട് നോക്കുക. എല്ലാം പതിയെ പതിയെ ചെയ്യണം. അല്ലെങ്കിൽ 2 കാര്യങ്ങളുടെ മണം ആസ്വദിക്കുക, ഒരെണ്ണത്തിൻ്റെ ടേസ്റ്റ് ആസ്വദിക്കുക. ഇത്രയും കാര്യം, ഇതിനെ ഗ്രൗണ്ടിങ്. ഇതെല്ലാം പതിയെ പതിയെ ചെയ്താൽ നമ്മൾ ആക്ച്വലി നമ്മളെ ഇത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന അസ്വസ്ഥതയുടെ തോത് കുറഞ്ഞു വരും. അസ്വസ്ഥതയുടെ തോത് കുറയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്നുള്ള നിലയ്ക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കുമ്പോഴെല്ലാം ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റി കാരണം അസ്വസ്ഥതയുടെ തോത് കുറഞ്ഞു വരും. അപ്പോൾ ഒരു തവണ ഉപയോഗിച്ചാൽ പോരാ, ഒരുപാട് തവണ ഉപയോഗിച്ചാൽ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാകുന്നു ഈ വിഷയം ചെയ്യുമ്പോൾ, ഗ്രൗണ്ടിങ് ചെയ്യുമ്പോൾ പ്രശ്നം കുറയുന്നു. ഗ്രൗണ്ടിങ് ചെയ്യുമ്പോൾ, അടുത്ത തവണ ചെയ്യുമ്പോൾ വീണ്ടും ഗ്രൗണ്ടിങ് ചെയ്യുമ്പോൾ പ്രശ്നം കുറയുന്നു. ഗ്രൗണ്ടിങ് ചെയ്യുമ്പോൾ പ്രശ്നം കുറയുന്നു. ഗ്രൗണ്ടിങ് എന്നുള്ളതിനെ പുതിയൊരു ശീലമാക്കി മാറ്റുന്നു. പ്രശ്നത്തിൻ്റെ തോത് കുറയുന്നു. അതൊരു ശീലമാക്കി ബ്രെയിൻ മാറ്റിയെടുക്കുന്നു. അങ്ങനെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി സംഭവിക്കുന്നു. സ്ലോലി പഴയതിൽ നിന്നും പുതിയതിലേക്ക് മാറുവാനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിക്കുന്നു. ഗ്രൗണ്ടിങ് ചെയ്യണം. 4ാമത്, നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ കാറ്റസ്ട്രോഫൈസിങ്. എല്ലാത്തിനും ഒന്നുകിൽ ഞാനിപ്പോൾ ചത്തുപോകും, എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായ ചിന്തകൾ, എനിക്ക് ആ രോഗം വരും, ഈ രോഗം വരും, അങ്ങനെയുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഞാൻ അയാളെ കൊല്ലും, ഞാൻ അയാളെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ അയാൾ എന്നെ കൊല്ലും, അയാൾ എന്നെ ഇങ്ങനെയുള്ള എക്സ്ട്രീമായിട്ടുള്ള ചിന്തകൾ. എനിക്ക് ഈ ജീവിക്കാൻ വയ്യ, എനിക്ക് ഒന്നിനും സാധിക്കുന്നില്ല, എനിക്ക് അങ്ങേയറ്റം എമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ് എന്നുള്ള തരത്തിലുള്ള വളരെ മോശമായ, വളരെ നെഗറ്റീവായ ചിന്താഗതികൾ. ഇതിനെ ശീലമാക്കാൻ നമ്മൾ അനുവദിക്കരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണ്ടാവുന്നത് നമ്മൾ ശീലമാക്കുമ്പോഴാണ്. ഒരേ രീതിയിൽ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ആ ചിന്ത ശീലമാവും. അപ്പോൾ നമ്മൾ പഴയ ഈ നെഗറ്റീവായിട്ടുള്ള ചിന്താരീതികളെ മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും എക്സ്ട്രീം അല്ല. എനിക്ക് അസുഖം വരാൻ സാധ്യതയുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനം എന്താ? സാധ്യതയില്ല, സാധ്യത കുറവാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നമ്മൾ സാധാരണ ആങ്സൈറ്റി ഉള്ളവർ ഡോക്ടർമാരെ കണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയാറുണ്ട്. എന്നിരുന്നിട്ടും അദ്ദേഹം വറി ചെയ്യുകയാണ്, അയ്യോ ഞാനിപ്പോൾ മരിച്ചു, എനിക്കെന്തോ കാര്യമായ പ്രശ്നമുണ്ട് എന്ന് വറി ചെയ്യുന്ന സമയത്ത് അതൊരു ശീലമാവാതിരിക്കാൻ അതിൻ്റെ കൂടെ പറയേണ്ട മറ്റൊരു വാചകം കൂടിയുണ്ട്. ഡോക്ടറിനെ ടെസ്റ്റ് ചെയ്തതാണ്, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു, എനിക്ക് തൽക്കാലം രോഗമൊന്നുമില്ല എന്ന് മാത്രം ചിന്തിക്കാൻ നമ്മൾ ശീലിക്കുക. ഒന്നിൻ്റെയും എക്സ്ട്രീമിലേക്ക് പോകാതിരുന്നാൽ പുതിയ രീതിയിലുള്ള ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അതല്ലെങ്കിൽ പുതിയൊരു വയറിംഗ് സ്ട്രക്ചർ രൂപപ്പെടും. അതിന് നമ്മൾ ബ്രെയിൻ റീവയറിംഗ് എന്ന് വിളിക്കാം. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമയവും കടന്നു പോകും. എത്ര എക്സ്ട്രീമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും, മാനസികമായിട്ടുള്ള സമ്മർദ്ദം അനുഭവിച്ചാലും, ആങ്സൈറ്റി ആണെങ്കിലും, പാനിക് ആണെങ്കിലും, ഡിപ്രഷൻ സിംറ്റംസ് ആണെങ്കിലും, നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് വന്നല്ലോ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്നല്ല. ഈ സമയവും കടന്നു പോകും, ഈ സമയവും കടന്നു പോകും എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു റിലാക്സേഷൻ ഉണ്ട്. ആ റിലാക്സേഷൻ പുതിയ ന്യൂറൽ സ്ട്രക്ചർ ഉണ്ടാക്കി അതിന് പുതിയ ശീലം കൈവരുത്തുവാൻ സഹായിക്കുന്നു. പഴയ നെഗറ്റീവ് ചിന്തയുടെ ശീലം പതിയെ പതിയെ ഇല്ലാതാവുന്നു. പിന്നെ നമുക്ക് മാനസിക സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരുമ്പോൾ നമ്മുടെ ഇമാജിനേഷൻ ഒന്ന് ഉപയോഗിക്കുക. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒരു ബലൂണിനകത്ത് കണ്ണടച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒരു ബലൂണിനകത്ത് നിറച്ച് അതിൽ വായു ഊതി വിട്ട് അതിൻ്റെ കയറ് പൊട്ടിച്ച് ഇങ്ങനെ പറത്തി വിടുകയാണ് എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇത് ആകാശത്തിൽ ഉയർന്ന് എന്നിൽ നിന്നും അകന്നകന്നകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. അതല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ പ്രശ്നങ്ങളെല്ലാം ബസ്സിലെ തിരക്കായി, അതാ ഞാനൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണ്, എൻ്റെ മനസ്സിലെ പ്രശ്നങ്ങളെല്ലാം ആ ബസ്സിൽ ഒരുപാട് ആളുകളായി തിങ്ങി നിറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ ബസ്സിൽ നിന്നും താഴെ ഇറങ്ങുന്നു. എനിക്കിപ്പോൾ അതിൽ യാത്ര ചെയ്യണ്ട, ഞാൻ അടുത്ത ബസ്സിൽ കയറിക്കോളാം എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്നും താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ബസ് പോയി. എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലെ പ്രശ്നങ്ങളെല്ലാം ആ ബസ്സിൻ്റെ രൂപത്തിൽ, ആ ബസ്സിൽ നിറഞ്ഞിരിക്കുന്ന ആളുകളുടെ രൂപത്തിൽ പ്രശ്നങ്ങളെല്ലാം പോയി എന്ന് മനസ്സിൽ സങ്കല്പിക്കുക. ഞാനിപ്പോൾ ഫ്രീ ആയി എന്ന് സങ്കല്പിക്കുക. യഥാർത്ഥത്തിൽ മാനസികമായിട്ടുള്ള ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ, ടെൻഷനൊക്കെ, ആങ്സൈറ്റിയൊക്കെ, പേടികളൊക്കെ, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ
ഇതിനെല്ലാം നമ്മൾ കൃത്യമായി ഇതുപോലെയുള്ള ടൂൾസ് ഉപയോഗിച്ച് പറഞ്ഞു വിട്ടാൽ അതൊരു പുതിയ ശീലമായി മാറുകയാണ്. അങ്ങനത്തെ ശീലം നമുക്ക് ഈ പറയുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റി കൂടുതൽ സ്ട്രോങ് ആയി വരുവാൻ നമ്മളെ സഹായിക്കുന്നു. മൈൻഡ്ഫുൾനെസ് ശീലിക്കുക. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ചെയ്യുന്ന വിഷയത്തിൽ ഫോക്കസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. മനസ്സ് ഫുള്ളായിരിക്കണം, മനസ്സ് പൂർണ്ണമായും ഇരിക്കണം. ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും അതൊരു പ്രാക്ടീസാണ്, എളുപ്പത്തിൽ വരില്ല. ഏത് കാര്യമാണെങ്കിലും ചെയ്യുന്നതിൽ പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുക, പൂർണ്ണ ഫോക്കസോടുകൂടി ചെയ്യുക. അത് പഠിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അത് പഠിച്ചെടുക്കുവാൻ തെറാപ്പിസ്റ്റ് നിങ്ങളെ സഹായിക്കും. അങ്ങനെ ചെയ്യുമ്പോഴും ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി കൂടുതൽ സ്ട്രോങ് ആവും. തെറാപ്പി ചെയ്യുന്നതും എപ്പോഴും നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്വയം ചെയ്യരുത്, സ്വയം ചികിത്സിക്കരുത്. തെറാപ്പിസ്റ്റ് എപ്പോഴും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് ഇതുപോലെയുള്ള ന്യൂറോപ്ലാസ്റ്റിസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറട്ടെ എന്നുള്ള കാഴ്ചപ്പാടിലാണ്. നിങ്ങൾ സ്വയം ചെയ്താൽ നിങ്ങൾ 1-2 പ്രാവശ്യം ചെയ്യുമായിരിക്കാം, പിന്നെ നിങ്ങൾ നിരാശനാവും. ഇതുകൊണ്ട് ഒരു കാര്യമില്ല, ഒരു ഫലം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് വരും. കൂടുതൽ നിരാശനാവും. പഴയ ആ റേഞ്ചിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും സ്വയം ചെയ്യരുത്. തെറാപ്പിസ്റ്റിൻ്റെ സഹായം, അതായത് ഏത് പ്രശ്നത്തിനാണെങ്കിലും തെറാപ്പി സ്വീകരിക്കുക. സോ ദാറ്റ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി സ്ട്രോങ് ആയി നടക്കുവാൻ തെറാപ്പി സഹായിക്കും. അടുത്ത പോയിന്റ് ബ്രീത്തിങ്ങും മെഡിറ്റേഷനും. ഈ ബ്രീത്തിങ്ങും മെഡിറ്റേഷനും കൊണ്ട് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഒരു റിലാക്സേഷൻ പാറ്റേൺ നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. മാനസിക സമ്മർദ്ദം വരുമ്പോഴും സിംറ്റംസ് വരുമ്പോഴുമെല്ലാം നിങ്ങൾ കുറച്ച് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്ത് റിലാക്സേഷനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, മെഡിറ്റേഷൻ ചെയ്ത് റിലാക്സേഷനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയും ഒരവസ്ഥയുണ്ട്, ഇങ്ങനെയും നമുക്ക് റിലാക്സ് ആവാം എന്നുള്ള ഒരു പുതിയ ശീലം നമ്മുടെ ഈ ബ്രെയിനിന് അല്ലെങ്കിൽ ന്യൂറോ സ്ട്രക്ചറിന് ഉണ്ടാവുകയും പുതിയ ന്യൂറോ സ്ട്രക്ചർ ഫോം ആവുകയും അത് ഈ വിഷയത്തിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഭംഗിയായി മുന്നോട്ട് സംഭവിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. മെഡിറ്റേഷനും ബ്രീത്തിങ് എക്സസൈസും ഗുണം ചെയ്യും. വേദനകളെ ഡൈല്യൂട്ട് ചെയ്യും. അതും ഈ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഉപയോഗിച്ചോ സാധാരണ മെഡിറ്റേഷൻ ഉപയോഗിച്ചോ ബ്രീത്തിങ് ഒക്കെ ചെയ്തിട്ടോ വേദനകളെ, പലർക്കും പല വേദനകളുണ്ട്. ഈ ആങ്സൈറ്റിയുമായി ബന്ധപ്പെട്ട് വേദനകളുണ്ടാവാം, ഡിപ്രഷനുമായി ബന്ധപ്പെട്ട് വേദനകളുണ്ടാവാം, പല വേദനകൾ, പല മാനസിക പ്രശ്നങ്ങൾക്കും വേദനകൾ ഒരു കോമൺ ഫാക്ടേഴ്സാണ്. ഈ വേദനകളെ കുറയ്ക്കുവാൻ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്ക്, പെയിൻ ഡിഫ്യൂഷൻ, അതുപയോഗിക്കാം. പെയിൻ ഡിഫ്യൂഷൻ മെഡിറ്റേഷനിലൂടെ ചെയ്യാം, വിഷ്വലൈസേഷനിലൂടെ ചെയ്യാം. അതൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് ഈ വീഡിയോൻ്റെ പെർവ്യൂവിൽ വരുന്നതല്ല, ഞാനതിനെക്കുറിച്ച് വേറെ വീഡിയോ ചെയ്യാം. അതും കൂടി ഈ പറയുന്ന ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഭംഗിയായി നടപ്പിലാകുവാൻ നമ്മളെ സഹായിക്കുന്നു എന്നർത്ഥം. ബയോ ഫീഡ്ബാക്ക് മെക്കാനിസം എന്നുള്ളുണ്ട്. അതായത് ബയോ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിലെ നോർമൽ പ്രക്രിയകളെല്ലാം നോർമലാണ്, അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ മനസ്സിലാക്കി തരുവാനുള്ള ഒരു സംവിധാനമാണ് ഈ ബയോ ഫീഡ്ബാക്ക്. ഉദാഹരണത്തിന് നിങ്ങൾക്കറിയാം, ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരു സംഭവമാണ് ഈ ആങ്സൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ പാനിക് ഡിസോർഡർ. ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഹാർട്ട് ബീറ്റ് കൂടുന്നു എന്ന് എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ പാനിക് ഡിസോർഡർ ഉള്ളവരും ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവരും. ഇവർ ചെയ്യേണ്ട ഒരു ബയോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്ത് അവരുടെ കൂടിയ ഹാർട്ട് ബീറ്റിനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കൂടുന്ന ഹാർട്ട് ബീറ്റിനെ ഇത് ഹാർട്ടിൻ്റെ പ്രശ്നമല്ല എന്നും എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന കൂടിയ ഹാർട്ട് ബീറ്റാണ് എന്നും കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ആസ്വദിക്കുക എന്നുള്ളതാണ്. ആസ്വദിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂറൽ സ്ട്രക്ചർ മനസ്സിലാക്കുന്നത്, അമിഗ്ഡല മനസ്സിലാക്കുന്നത് ഇത് നോർമലാണ്, അത് ഫാസ്റ്റായിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നത് നോർമലാണ്. അപ്പോൾ പിന്നീട് ഫാസ്റ്റായിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ടായാലും പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലുള്ളൊരു പുതിയ ന്യൂറൽ സ്ട്രക്ചർ രൂപപ്പെടുന്നു. അത് ബ്രെയിൻ റീവയറിങ്ങിനെ സഹായിക്കും. അടുത്തതായി നമുക്ക് ചെയ്യാവുന്നത് ചെറിയ ചെറിയ ചലഞ്ചുകൾ ചെയ്യുക. ചെറിയ ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് പേടിയുള്ളത്, ഏത് വിഷയത്തിലാണോ ആങ്സൈറ്റി ഉള്ളത്, ഏത് വിഷയത്തിലാണോ മാനസിക സമ്മർദ്ദം വരുന്നത്, ആരോടാണോ നിങ്ങൾക്ക് സംസാരിക്കാൻ പ്രശ്നമുള്ളത്, ആരോടാണോ ഐ കോണ്ടാക്ട് ആങ്സൈറ്റി ഉള്ളത് അല്ലെങ്കിൽ സ്റ്റെയറിങ് OCD ഉള്ളത്,
അത് ഏത് മാനസിക പ്രശ്നമാണെങ്കിലും അതുമായി വരുന്ന ബുദ്ധിമുട്ടുകളെ ചെറിയ 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 ടാസ്കുകളാക്കി തിരിച്ച് അതിനെ ഫേസ് ചെയ്ത് അതിനെ ചലഞ്ച് ചെയ്ത് അതിന് നിങ്ങൾ സ്വയം മറികടക്കുന്ന സ്ലോ ആൻഡ് സ്റ്റഡി പ്രോഗ്രസ്. പുറത്തേക്ക് പോകാൻ പേടിയാണെങ്കിൽ ഒറ്റയടിക്ക് പാലക്കാട് അല്ലെങ്കിൽ ഒറ്റയടിക്ക് തിരുവനന്തപുരം പോകണം എന്നല്ല. നിങ്ങൾ വീടിൻ്റെ ഗേറ്റ് വരെ 10 ദിവസം പോവുക. അതിനുശേഷം അവിടുന്ന് ഒരു 10 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കുക അടുത്ത 10 ദിവസത്തേക്ക്. അതിനടുത്ത 10 ദിവസത്തേക്ക് അതിനും ഒരു 10 സ്റ്റെപ്പ് മുന്നോട്ട് നടക്കുക. അങ്ങനെ സ്ലോ ആൻഡ് സ്റ്റഡിയായി പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന റീവയറിങ് സ്ലോ ആൻഡ് സ്റ്റഡിയായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ സ്ട്രക്ചർ മാറിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ച് സമയമെടുത്ത് ഈ റീവയറിങ്, ബ്രെയിൻ റീവയറിങ് ഭംഗിയായി നടപ്പിലാവുന്നു, പുതിയ ശീലം ഉണ്ടാവുന്നു എന്നർത്ഥം. അവസാനത്തെ പോയിന്റ് റിയാലിറ്റി ചെക്കിംഗ് ആണ്. നമുക്ക് വരുന്ന ചിന്തകളെല്ലാം ശരിയല്ല. എന്താണ് യാഥാർത്ഥ്യം? എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രശ്നമില്ല, പ്രശ്നമുണ്ടോ എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ചെക്ക് ചെയ്യണം. ആക്ച്വലി പ്രശ്നമുണ്ടോ, ആക്ച്വലി പ്രശ്നമില്ലേ, എക്സ്പേർട്സിനോട് ചോദിക്കണം, അതിനെക്കുറിച്ച് വിവരമുള്ളവരോട് ചോദിക്കണം, അറിവുള്ളവരോട് ചോദിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. അത് നമ്മുടെ മനസ്സിൽ സ്ട്രോങ് ആയി എഴുതി വെക്കണം. അതാണ് എക്സ്പേർട്സിനോട് ചോദിക്കണം എന്ന് പറയുന്നത്. മാനസികമായ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കേണ്ടത് മാനസിക എക്സ്പേർട്സിനെയാണ്. അതേപോലെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾ സംസാരിക്കേണ്ടത് ഡോക്ടേഴ്സിനോടാണ്, ശാരീരികമായിട്ടുള്ള എക്സ്പേർട്സിനോടാണ്. സ്വയം തീരുമാനം എടുക്കരുത്. അങ്ങനെ വരുമ്പോഴും ഈ പറയുന്ന ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കുറച്ചുകൂടി ഭംഗിയായി നടപ്പിലാവും. അതായത് ഈ വീഡിയോയിൽ പറഞ്ഞ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഭംഗിയായി നടപ്പാക്കാൻ സഹായിക്കുന്ന ചില ടെക്നിക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക. മിക്കവാറും പലതിനും തെറാപ്പിസ്റ്റിൻ്റെ സഹായം ആവശ്യമായി വരും. അത് വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്വയം ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആവും. 2-3 പ്രാവശ്യം ചെയ്തിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ശീലം, അതായത് നമുക്കറിയാലോ, കമ്പൽഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, ഞാൻ ഈ വീഡിയോയിൽ ആദ്യം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, കമ്പൽഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ടാസ്ക് തുടർച്ചയായി ചെയ്യാൻ കഴിയുള്ളൂ. ആ ടാസ്ക് തുടർച്ചയായി ചെയ്യാൻ കഴിഞ്ഞാലേ അതൊരു ശീലമായി മാറുള്ളൂ. അതൊരു ശീലമായി മാറിയാലേ പഴയ ശീലം ഇല്ലാതാവുന്നുള്ളൂ. ഇത് മാനസിക പ്രശ്നങ്ങൾക്കും ബാധകമാണ്. ഇത് മനസ്സിലാക്കുക. ഒന്നാമത്തെ വീഡിയോ, അതായത് ഒന്നാമത്തെ പാർട്ടും കാണുക. ഈ വീഡിയോ മുഴുവനായും കാണുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലായി. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻ്റായിട്ട് അയക്കാം. എന്നോട് സംസാരിക്കാനുള്ള സൗകര്യം ഇമെയിലിലൂടെ ഞാൻ ചെയ്തു തരാം. വേണമെങ്കിൽ സംസാരിക്കാം. ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മാനസിക രോഗങ്ങൾക്കെല്ലാം, മാനസിക പ്രശ്നങ്ങൾക്കെല്ലാം നല്ല സമാധാനം ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.